കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടൂർ സഹകരണ ബാങ്കിൽ സിപിഎം പ്രാദേശിക നേതാവ് ജീവൻലാൽ സ്വർണ്ണ വായ്പയിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി. സംഭവത്തെ തുടർന്ന് വായ്പ തിരിച്ചടച്ചെങ്കിലും ഇയാൾക്കെതിരെ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് സിപിഎം കൂട്ടുകെട്ടാണ് തട്ടിപ്പിന് വഴിയൊരുക്കുന്നതെന്നും സംഭവത്തിൽ ഇഡി വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവരുമായി തൃശ്ശൂരിൽ നിന്നും എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ ഒരു തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? നാട്ടുകാരുടെ ആവശ്യങ്ങളും എന്തൊക്കെയാണ്? നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലാണ് പോർത്തുശ്ശേരിയിലെ സിപിഎം പ്രാദേശിക നേതാവായ ജീവൻലാൽ വ്യാപകമായി ഈ സ്വർണം വായ്പ വെച്ചിരുന്നത്. ഈ കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലുള്ളതാണ്. ഈ സ്വർണ്ണ വായ്പ സോഫ്റ്റ്വെയർ വഴി സ്ഥിരം ജീവനക്കാർക്കും ഡ്രൈവർമാർക്കും മറ്റ് ഏജന്റുമാർക്കും മാത്രമാണ് നിയമപരമായി ബാങ്ക് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ഡ്രൈവറുടെ പാസ്വേഡ് വെച്ചാണ് ഈ ജീവൻലാൽ സ്വർണം വായ്പ വെച്ചിട്ടുള്ളത്. ഇത് തന്നെ വ്യാപകമായി വായ്പ വെച്ചിരുന്നു. ഈ വായ്പ വെച്ച സ്വർണത്തിന്റെ മാറ്റ് കുറവും അത് തൂക്കം കൂടുതലുമായിരുന്നു. ഇത് ജീവനക്കാർക്ക് ഇടയിൽ സംശയമുണ്ടാക്കി. പിന്നീട് പരാതി ഉയർന്നതിനെ തുടർന്ന് ജീവൻലാലിനോട് വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇയാൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കാരണം ബാങ്കിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവൻലാൽ ഈ സ്വർണ്ണ വായ്പ വെച്ചിരുന്നത്. എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീടും ജീവൻലാലിന്റെ പേരിൽ വായ്പ നൽകിയതിനെ തുടർന്നാണ് ഈ വിഷയം നാട്ടുകാരിലേക്കും എത്തുന്നത്. ഈ സഹകാരികളായിട്ടുള്ള നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. കോൺഗ്രസ് സിപിഎം കൂട്ടുകെട്ടാണ് ഈ തട്ടിപ്പിന് വഴിയൊരുക്കുന്നത് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ ഇഡിയും വിജിലൻസും അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് മെമ്പർ ഇഡിക്കും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ